നമസ്കാരം. കേരളത്തിൽ മെച്ചപ്പെട്ട വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. വിദേശത്ത് നിന്നുവരെ നിരവധി സംരംഭകർ കേരളത്തിൽ മുതൽ മുടക്കാൻ തയ്യാറായി എത്തുന്നു. ഏറ്റവും ഒടുവിൽ UAE ഭരണകൂടവുമായി ചേർന്ന് പുതിയ കരാറുകളിൽ കേരളം ഏർപ്പെടുന്നു. ഇതിനിടയിലാണ് കണ്ണൂർ മാതമംഗലത്തെ SR അസോസിയേറ്റ്സ് ഉടമയും തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നം ഊതിപ്പെരുപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. ഈ പ്രചരണത്തിന്റെ അജണ്ടയെന്ത്? മാതമംഗലത്തെ സംഭവത്തിന് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള പ്രശ്നമെന്നതിൽ ഉപരി മറ്റെന്തെങ്കിലും മാനം നൽകേണ്ടതുണ്ടോ? സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷത്തിന് ഇത്തരം ചർച്ചകൾ നൽകുന്ന സന്ദേശമെന്ത്? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇന്നെനിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: C. സത്യപാലൻ, CPIM; ES ബിജു, വ്യാപാരി വ്യവസായി സമിതി; റബി മുഹമ്മദ്, SR അസോസിയേറ്റ്സ് പാർട്ണർ; B. സുനിൽകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ആദ്യം തന്നെ C. സത്യപാലനിലേക്കാണ്. ശ്രീ സത്യപാലൻ, നോക്കൂ, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ വ്യവസായ അന്തരീക്ഷമാക്കാനുള്ള, വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതിനിടയിലാണ് കണ്ണൂർ മാതമംഗലത്ത് നിന്നും CITU ഒരു സംരംഭകനെ, അദ്ദേഹത്തിനെ വ്യവസായം നടത്താൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തയും അത് സംബന്ധിച്ചുള്ള പ്രചരണവും നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഏത് തരത്തിലാണ് ഒരു സംരംഭകന്റെ ജനാധിപത്യ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് CITU അവിടെ എന്താണ് ചെയ്തത്? എന്താണ് വാസ്തവം? ഒരു സംരംഭകൻ്റെ ജനാധിപത്യപരമായ അവകാശത്തെയോ വ്യാപാരം തുടങ്ങാനുള്ള അവകാശത്തെയോ CITU ചോദ്യം ചെയ്യുന്നില്ല. അവിടെ CITU ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം അനുവദിക്കണമെന്നാണ്. അവിടെ 22-23 തൊഴിലാളികൾ ലേബർ കാർഡ് കൈവശപ്പെടുത്തി നിയമാനുസൃതം എത്രയോ വർഷങ്ങളായി ഈ പണി ചെയ്തു വരുന്നവരുണ്ട്. ഒരു പുതിയ സ്ഥാപനം അവിടെ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തൊഴിലെടുക്കാൻ അവസരം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം അവിടുത്തെ തൊഴിലാളികളും വ്യാപാരികളും തമ്മിൽ എത്രയോ കാലമായി തുടർന്നു വരുന്നൊരു പ്രദേശമാണ് മാതമംഗലം. അവിടെ ഒരു പുതിയ സ്ഥാപനം വരുമ്പോൾ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും പണിയെടുക്കുന്നത് പോലെ ഇവിടെയും ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശം വേണമെന്ന ന്യായമായ ആവശ്യം അതുമാത്രമാണ് തൊഴിലാളികൾ ഉന്നയിച്ചത്. ആ ആവശ്യം അംഗീകരിക്കാൻ കടയുടമ സന്നദ്ധമായില്ല. അത്തരമൊരു സന്ദർഭത്തിൽ അവർ സമരം ആരംഭിച്ചു. ആ സമരമെന്ന് പറയുന്നത് കച്ചവട കേന്ദ്രത്തിലേക്ക് ആളുകൾ വരുന്നത് തടയാനോ അവിടെ കച്ചവടം നടത്തുന്നത് തടസ്സപ്പെടുത്താനോ അല്ല. അവരുടെ ഗേറ്റിൽ നിന്ന് മാറി ഒരു സമരപ്പന്തൽ കെട്ടി 50 ദിവസത്തിലധികമായി തൊഴിലാളികൾ അവിടെ സമരം ചെയ്യുന്നുണ്ട്. അവർക്കൊറ്റ ആവശ്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ അവസരമുണ്ടാകണം. ഞങ്ങൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. നിയമാനുസൃതം ചുവട്ട് തൊഴിലാളി നിയമം പാസ്സാക്കപ്പെട്ട ഒരു സംസ്ഥാനത്ത്, അതിൻ്റെ പരിധിയിൽ വരുന്നൊരു പ്രദേശത്ത് നിയമാനുസൃതം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയ ലേബർ കാർഡുള്ള ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ അനുമതി വേണമെന്ന് പറയുന്ന ന്യായമായ ഒരു ആവശ്യം മാത്രമാണ് അവിടെ തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. കച്ചവടം പൂട്ടിയെന്നോ തൊഴിലാളികൾ അതിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്നതെല്ലാം വ്യാജ പ്രചരണമാണ്. അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടാവും. കാരണം കേരളം ഇന്ന് കൈവരിക്കുന്ന വ്യാവസായിക രംഗത്തെ വലിയ മുന്നേറ്റം, പുതിയ മൂലധന നിക്ഷേപങ്ങൾ, കേരളം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേട്ടങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകാം. യഥാർത്ഥത്തിൽ മാതമംഗലത്തെ പ്രശ്നം അതൊന്നുമല്ല. അവിടെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ ഞങ്ങൾക്ക് തൊഴിൽ വേണമെന്ന ഏറ്റവും മാന്യമായ ആവശ്യം തൊഴിലുടമയുടെ മുന്നിൽ ഉന്നയിക്കുകയും തൊഴിലുടമ അത് നിഷേധിക്കപ്പെട്ടപ്പോൾ തൊഴിലാളികൾ അവർ ജനാധിപത്യപരമായ നിലയിൽ അവിടെ സമരം നടത്തുകയും ചെയ്യുന്നു എന്നല്ലാതെ അവിടെ കട തുറക്കുന്നതിനോ കച്ചവടം നടത്തുന്നതിനോ യാതൊരു തടസ്സവുമില്ല. അത് തടസ്സപ്പെടുത്താൻ തൊഴിലാളികൾ മുന്നോട്ട് വന്നിട്ടുമില്ല. അങ്ങനെ വരുന്ന പ്രശ്നവുമില്ല. ശ്രീ സത്യപാലൻ, അതായത് ചില CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രചാരണം നടക്കുന്നത് എന്നുള്ളതാണ്. മർദ്ദിക്കുന്ന, കടയിൽ സാധനം വാങ്ങാൻ എത്തിയ ആളെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. ഇത്തരമൊരു സമര രീതിയിലേക്ക്, സമരമാർഗം സ്വീകരിക്കുന്ന രീതിയിലേക്ക് CITU മാറിയിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ആ ദൃശ്യങ്ങളുടെ വാസ്തവം? അവിടെ ആ കടയിൽ ഏതെങ്കിലും ഒരാളല്ലല്ലോ സാധനം വാങ്ങാൻ വരുന്നത്. നിരവധി ആളുകൾ ആ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുകയും പോവുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മർദ്ദനമേൽക്കണ്ടേ? ഇവിടെ ഈ മർദ്ദനമേറ്റു എന്ന് പറയുന്നയാൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹം നേരത്തെ തന്നെ പല കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരാളാണ്.
അദ്ദേഹം വാദമംഗലത്ത് മറ്റൊരു കച്ചവട സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ സ്ഥാപനം ഈ സമരം നടത്തുന്ന SR അസോസിയേറ്റ്സിൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഇദ്ദേഹം സാധനം വാങ്ങാറുണ്ട്. സ്വാഭാവികമായും അയാൾക്ക് സാധനം വാങ്ങി പോകുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാറിൽ അവിടെ നിന്നും സാധനം കയറ്റി കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വിതരണം ചെയ്യുകയാണ്. അങ്ങനെ നിയമപ്രകാരം പറ്റില്ല. അവിടെ ടാക്സി ഉണ്ട്, മറ്റ് പിക്കപ്പ് വാഹനങ്ങളുണ്ട്. അങ്ങനെയാണ് സാധനങ്ങൾ. ഇയാളുടെ ഒരു സ്വകാര്യ കാറിൽ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തും സാധനങ്ങൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇവിടെ മറ്റൊരു കാര്യം എന്താ, ഈ പറയുന്ന മർദ്ദനമേറ്റു എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സ്വന്തം ശബ്ദത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളപ്രചാരവേലയുണ്ട്. അതെന്താണെന്നറിയോ? അദ്ദേഹം പ്രചരിപ്പിക്കുന്നതിൻ്റെ വോയിസ് ക്ലിപ്പിംഗ്സ് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ റാബി മുഹമ്മദ് എന്ന് പറയുന്ന ആളുടേതല്ല. അത് CPMൻ്റെ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും ബിനാമി സ്ഥാപനമാണ്. ഇത് അവർ തമ്മിലുള്ളൊരു ഒത്തുകളിയാണ് എന്ന നിലയിൽ കല്ലുവെച്ച നുണ ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ രാഷ്ട്രീയമായി CPMനെയും മന്ത്രിമാരെയും അപകീർത്തിപ്പെടുത്താൻ ഈ ചർച്ചയിൽ ശ്രീമാൻ റാബി മുഹമ്മദ് ഉണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കട്ടെ. ഇത് ആരുടെയെങ്കിലും ബിനാമിയായി അദ്ദേഹം നടത്തുന്നതാണോ? CPMൻ്റെ മന്ത്രിമാർക്കോ നേതാക്കന്മാർക്കോ ഇതിൽ പങ്കുണ്ടോ? ഇങ്ങനെ CPMനെയും മന്ത്രിമാരെയും ഒക്കെ ആക്ഷേപിക്കാനുള്ള ഒരു വ്യാജ പ്രചരണം ഈ മർദ്ദനമേറ്റു എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണം സ്വാഭാവികമായും ആളുകൾ ചോദ്യം ചെയ്യും. അതുപോലെ ഈ കച്ചവട സ്ഥാപനത്തിൽ നിന്നും സ്വന്തം കാറിൽ മറ്റു പല വീടുകളിലും സാധനം എത്തിച്ചു കൊടുക്കുന്നതും ചോദ്യം ചെയ്യും. ആ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി, അതിന് മേലെ ഉന്തും തള്ളുമായി. സ്വാഭാവികമായും അതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തൊഴിലാളികൾ സംഘർഷം നടത്തി എന്നാണ് പരാതിയെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുമായി മുന്നോട്ട് പോകട്ടെ. എന്നാൽ അതും ഈ സ്ഥാപന നടത്തിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്ഥാപനത്തിൽ ധാരാളം ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട്. അവർക്ക് ആർക്കെങ്കിലും മർദ്ദനമേറ്റിട്ടുണ്ടോ? എന്തെങ്കിലും ആളുകളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആരോപണമേ ആരും ഉന്നയിച്ചിട്ടില്ല. റാബി മുഹമ്മദ് എന്ന് പറയുന്ന ഇതിൻ്റെ മുതലാളി എന്ന് അവിടെ രേഖാപരമായി അതിൻ്റെ ഉടമയായി കാണുന്ന ആളുകൾ അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹത്തിന് അറിയാം അവിടെ ആളുകൾ വരുന്നതിനെ ഞങ്ങൾ ആരാ തടസ്സപ്പെടുത്തിയത്? തൊഴിലാളികൾ ഒരു ഭാഗത്ത് സമരം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗേറ്റ് തുറക്കാൻ അനുവദിക്കാത്ത പ്രശ്നമുണ്ടോ? ഒന്നും ഒരു നിയന്ത്രണവും ഒരു തടസ്സവും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ തെറ്റായ നിലയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും കള്ളപ്രചാരണം നടത്തുകയും അതിൻ്റെ വീഡിയോയും വോയിസൊക്കെ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തോട് എന്താണ് ഇങ്ങനെ നിങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നത്? ഏത് CPM നേതാവിൻ്റെ ബിനാമിയാണിത്? ഏത് മന്ത്രിയുടെ ബിനാമി സ്ഥാപനമാണ് ഇത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നിങ്ങൾ സാധനങ്ങൾ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിയമാനുസൃതം അത്തരം സാധനങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുന്ന വാഹനത്തിൽ കൊണ്ടുപോകണം. ഒരു സ്വകാര്യ വാഹനത്തിൽ അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചു. ഞാൻ ഇനിയും പ്രചരിപ്പിക്കും, എന്താ നിങ്ങൾ ചെയ്യുക? അതിൻ്റെ മേലെ ചില വാക്ക് തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മേലെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഈ വ്യാപാര സ്ഥാപനവും അവിടുത്തെ കച്ചവടവും തമ്മിൽ ഇതിനെന്ത് ബന്ധമാണുള്ളത്? അത് പ്രത്യേകമായ ഒരു അജണ്ട വെച്ച് പ്രചരിപ്പിക്കുന്ന കള്ളപ്രചാരവേലയാണ്. ഈ സ്ഥാപനത്തിലെ തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട സമരവും ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോ ദൃശ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് രണ്ടും രണ്ടാണ്. ഇത് പരസ്പരം യോജിപ്പിച്ച് ഇതാണ് സമരമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാരവേലയല്ലാതെ ഈ പ്രചരിപ്പിക്കുന്ന വീഡിയോക്കും ചിത്രങ്ങൾക്കും ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരി, ശ്രീ സത്യപാലൻ, റബി മുഹമ്മദ് ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ അങ്ങിപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി പറയുന്നതായിരിക്കും. ഒപ്പം കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. ശ്രീ ES ബിജു, നിലവിലിപ്പോൾ സംസ്ഥാനം കൂടുതൽ വ്യവസായ സൗഹൃദമാകാനുള്ള ശ്രമം നടക്കുകയാണ്. കൂടുതൽ സംരംഭകർ ഇങ്ങോട്ട് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ആണ് കണ്ണൂരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ തന്നെ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്? തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതൊരൊറ്റപ്പെട്ട സംഭവമായി തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം കേരളം ഇപ്പോൾ ഒരു സൗഹൃദ സംസ്ഥാനമായി, വ്യാപാര വ്യവസായ സൗഹൃദ സംസ്ഥാനമായി വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് മാതൃകയാവുന്ന തരത്തിലാണ് കേരളത്തിലെ അത്തരമൊരു അന്തരീക്ഷം രൂപപ്പെടുന്നത്. ആ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്താൻ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ ആ പരിശ്രമത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു വ്യാപാരി ഒരു പ്രദേശത്ത് ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങണമെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള ലൈസൻസുകൾ എടുത്തുകൊണ്ടാണ് ആ സ്ഥാപനം തുടങ്ങേണ്ടത്.
ആ സ്ഥാപനം തുടങ്ങുന്ന ഒരാൾക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകേണ്ട ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ആ മര്യാദ നമുക്ക് പാലിക്കാനാവണം. തീർച്ചയായും ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സ്ഥാപന ഉടമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യണം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ തീർച്ചയായും ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുക എന്ന സാമാന്യ മര്യാദ നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ വ്യാപാര സ്ഥാപനങ്ങളെയും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് കേരളത്തിൽ 10,000 വരുന്ന തൊഴിലാളികൾ ചുമട്ടുതൊഴിലാളി മേഖലയിലും ഇതര മേഖലകളിലുമായി പ്രവർത്തിക്കുകയാണ്. അത് വ്യാപാര സ്ഥാപനങ്ങളിലുള്ള അറ്റാച്ച്ഡ് തൊഴിലാളിയാണെങ്കിലും സ്കാറ്റേർഡ് തൊഴിലാളികളാണെങ്കിലും ആ തൊഴിലാളികളുമായി അത് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവരുമായി നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അതിന് വിഘാതമുണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നമ്മുടെ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാനാവില്ല. ഇപ്പം ഞങ്ങളുടെ സംഘടന തന്നെ വ്യാപാരി വ്യവസായ സമിതി തന്നെ മുൻകൈയെടുത്ത് ഈ കട നടത്തുന്ന ഉടമയുമായി ഒരു സൗഹാർദ്ദ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കിയതാണ്. പക്ഷേ ആ വേദിയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന സമീപനമല്ല ഇവിടെ സ്വീകരിക്കപ്പെട്ടത്. ഇവിടെ ആ പ്രദേശത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത സത്യപാൽ തന്നെ ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ചുമട്ടുതൊഴിലാളി സബ് ബോർഡിൽ ഇദ്ദേഹം അപേക്ഷ കൊടുക്കുകയും ആ ചുമട്ടുതൊഴിലാളി സബ് ബോർഡിൽ അറ്റാച്ച്ഡ് തൊഴിലാളിയായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കാർഡ് ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടുത്തെ സബ് ബോർഡിൽ അപേക്ഷ കൊടുത്തത്. എന്നാൽ സ്ഥാപനം തുടങ്ങാതിരുന്ന സാഹചര്യത്തിൽ ആ സബ് ബോർഡ് അപേക്ഷ നിരസിക്കുകയും പിന്നീട് ജില്ലാ ബോർഡിൽ അതിൻ്റെ അപേക്ഷ കൊടുത്ത് സ്ഥാപനം തുടങ്ങാത്ത സന്ദർഭത്തിൽ ജില്ലാ ബോർഡും അപേക്ഷ നിരസിച്ച സന്ദർഭത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങി അറ്റാച്ച്ഡ് തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന സാഹചര്യം ഈ മാതമംഗലത്ത് ഇദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം വ്യാപാരി വ്യവസായ സമിതി എന്ന നിലയിൽ അല്ലെങ്കിൽ വ്യാപാര സംഘടനകൾ സ്വീകരിക്കുന്ന ഒരു പൊതു നിലപാടെന്ന് പറയുന്നത് സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം രൂപപ്പെടുത്താൻ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സമാധാനപരമായി ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുന്ന സംസ്ഥാനമായി കേരള സംസ്ഥാനം മാറിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് തൊഴിലുടമകളായിട്ടുള്ള ഞങ്ങളാണ്. കാരണം ഇന്ന് ഇന്ത്യക്ക് മാതൃകയാകുന്ന തരത്തിൽ നോക്കുകൂലി നിരോധിത സംസ്ഥാനമായി കേരള സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയത് കേരളത്തിലെ ചെറുകിട വ്യാപാരികളും ഇടത്തരം ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളുമാണ്. ഇപ്പോൾ വിദേശ നിക്ഷേപമടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നിക്ഷേപം വരുമ്പോൾ കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ മാതൃകാപരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഒരു വ്യവസായ അന്തരീക്ഷം വ്യാപാര അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പക്വതയാർന്ന സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് അത്തരമൊരു അന്തരീക്ഷത്തെ അത്തരം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള അന്തരീക്ഷത്തെ അപകീർത്തികരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ ആര് ശ്രമിച്ചാലും അതിനോട് യോജിക്കുന്ന നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കാനാവില്ല. അത് വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഇത് സംസ്ഥാനത്ത് ഇന്ന് വന്നിട്ടുള്ള ഈ അന്തരീക്ഷത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു നിലപാടിന്റെ ഭാഗമായി മാത്രമേ ഞങ്ങൾക്കതിനെ കാണാൻ കഴിയൂ. നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങളെ ഊതിവീർപ്പിച്ച് ഇതാണ് കേരളത്തിന്റെ പൊതു പശ്ചാത്തലം എന്ന വ്യാപകമായിട്ടുള്ള പ്രചരണം കൊണ്ടുവന്ന സംഭവമാണ് ഇതെന്നാണ് വ്യാപാര വ്യവസായ സമിതി പ്രതിനിധിയാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ്. വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രതിനിധിയായ വി സുനിൽകുമാർ കൂടി നമുക്കൊപ്പം ഈ ചർച്ചയിലുണ്ട്. ശ്രീ സുനിൽകുമാർ, നേരത്തെ അദ്ദേഹം പറഞ്ഞു വന്ന ലാസ്റ്റ് പോയിന്റിലേക്കാണ്. അതായത് ഇത്തരത്തിലുണ്ടാകുന്ന ഈ സംഭവങ്ങളെ ഇത്തരത്തിൽ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി കാണിക്കുന്നത്, ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നത് കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്? ഇത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും മറ്റ് നേതാക്കന്മാരും ഒക്കെ ഭരണപക്ഷത്തിലുള്ള ആളുകൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലൊരു ഒറ്റപ്പെട്ട സംഭവം പോലും കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ തൊഴിൽ സമരങ്ങൾ വളരെയധികം കുറഞ്ഞ് ഒരു അന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരവസരത്തിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പെരുപ്പിച്ച് കാണിക്കാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഭരണകർത്താക്കൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച്
അതിന് വേണ്ട നടപടികൾ എടുക്കണം. എന്നാലാണ് ഈ വ്യാപാര മേഖലയിൽ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക. അതായത് ഈ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ചർച്ച പലരും അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ പോലും അദ്ദേഹം ചർച്ചയ്ക്ക് സന്നദ്ധനായില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്? അതെ, ഈ ഇത്തരത്തിലുള്ള വ്യാപാരി സംഘടനകളും തൊഴിലാളി സംഘടനാ നേതൃത്വവും ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീർക്കാവുന്ന സംഭവങ്ങളാണെങ്കിൽ ആ പ്രദേശത്ത് തന്നെ തീർക്കണം. അതും തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ ചുമട്ടുതൊഴിലാളി ബോർഡ് എന്നൊരു സംവിധാനം നമുക്കുണ്ട്. അതിൽ ചർച്ച ചെയ്യുക. പിന്നെ അതിലും തീർന്നിട്ടില്ലേ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെയും ചർച്ച ചെയ്യാം. അല്ലാതെ ഒരു അക്രമത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സത്യപാൽ, അതായത് നേരത്തെ വി സുനിൽകുമാർ അക്രമം എന്നൊരു പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നേരത്തെ റബി മുഹമ്മദും ഒപ്പം തന്നെ അഫ്സൽ എന്ന കടയിൽ സാധനം വാങ്ങാൻ എത്തി എന്ന് പറയുന്ന ആ യുവാവും ഒക്കെ പറയുന്നത് ഭീഷണിപ്പെടുത്തി, ഒപ്പം തന്നെ നിരന്തരം തങ്ങളെ പിന്തുടർന്നു, ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട തങ്ങളെയും ജീവിക്കാൻ അനുവദിക്കില്ല, ഈ തരത്തിലുള്ള വധശ്രമം എന്ന ഉൾപ്പെടെയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് നടത്തുന്നത് CITU-വിനെതിരെ. ഞാനത് പറഞ്ഞു. ആ പ്രചരണങ്ങൾ മുഴുവൻ വാസ്തവവിരുദ്ധമാണ്. ഇത് കേരളമാകെ പ്രചരിപ്പിച്ച് ചില രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് ഈ പരാതികൾ മുഴുവൻ നൽകിയിട്ടുള്ളത്. ശ്രീ റാബി മുഹമ്മദ് അദ്ദേഹമാണ് ഇതിൻ്റെ ഉടമസ്ഥനെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നമല്ലാതെ മറ്റൊരു പ്രശ്നവുമില്ല. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വ്യാപാരി സംഘടനാ നേതാക്കന്മാർ പറഞ്ഞതിനെയും ഞാൻ അങ്ങേയറ്റം വിലമതിക്കുകയാണ്. അതേ സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു തൊഴിൽ തർക്കം ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുണ്ടായാൽ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് ചർച്ച ചെയ്യുക. ഈ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇതിനു മുമ്പ് നിരവധി ശ്രമങ്ങളുണ്ടായി. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സുനിൽകുമാർ അദ്ദേഹം നയിക്കുന്ന സംഘടനയുടെ മാതമംഗലം പ്രസിഡന്റ്, വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹം മുൻകൈയെടുത്ത് വളരെ ആത്മാർത്ഥമായ ശ്രമം നടത്തി ഇത് പരിഹരിക്കാൻ. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്താം. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. യാതൊരു മുൻവിധിയുമില്ലാതെ രണ്ടു കൂട്ടരും ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം. പക്ഷേ ആ ചർച്ചയുമായി സഹകരിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ച നടന്നു. പെരിങ്ങോം സർക്കിൾ ഇൻസ്പെക്ടർ മുൻകൈയെടുത്ത് ചർച്ച നടത്തി. ആ ചർച്ചയുമായി സഹകരിച്ചില്ല. അതിനുശേഷം പയ്യന്നൂർ DYSP ഓഫീസിൽ ചർച്ച നടന്നു. ആ ചർച്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ആ മുന്നോട്ട് വെച്ചപ്പോൾ ഈ കട ഉടമ എന്ന് ഞങ്ങൾ ധരിക്കുന്ന റാബി മുഹമ്മദ് എനിക്ക് മുതലാളിയോട് ചോദിക്കണം, മാനേജ്മെൻറ്റുമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിപ്പോയി. ഒരമണിക്കൂർ സമയം അദ്ദേഹം ഫോണിൽ സംസാരിച്ച് തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ആ ഒത്തുതീർപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, മാനേജ്മെൻറ്റുമായി ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തിയിട്ട് ഈ കാര്യത്തിൽ നിലപാടെടുക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ വന്നതേയില്ല. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ അതിൻ്റെ യഥാർത്ഥ മുതലാളി ആരാണോ തീരുമാനമെടുക്കേണ്ടയാൾ, ആ തീരുമാനമെടുക്കേണ്ടയാളും തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാരും ഇരുന്ന് സംസാരിക്കണ്ടേ? ആ സംസാരിക്കാൻ ആര് മുൻകൈ എടുക്കുന്നതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് വ്യാപാരി നേതാക്കന്മാരുണ്ട്. അവർ ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായത്തെ സർവാത്മന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവർ മുൻകൈ എടുത്താലും ആര് മുൻകൈ എടുത്താലും ഈ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണം. തൊഴിൽ സ്ഥാപനം ഫലപ്രദമായി നടക്കണം. തൊഴിൽ സ്ഥാപനം തുറന്നാൽ മാത്രമേ തൊഴിലാളിക്ക് പണിയെടുക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒരു തൊഴിലാളികൾ തൊഴിൽ സ്ഥാപനം പൂട്ടിക്കുമോ? പൂട്ടിയാൽ അവർക്ക് തൊഴിലില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. കൂടുതൽ തൊഴിൽ സ്ഥാപനങ്ങൾ തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് തൊഴിലാളികൾ. കൂടുതൽ തൊഴിൽ സ്ഥാപനങ്ങൾ തുറക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുക. അപ്പോൾ തൊഴിൽ സ്ഥാപനങ്ങൾ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിലാളികൾ നിങ്ങളിത് പൂട്ടിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ ആ കച്ചവട സ്ഥാപനങ്ങൾ ഭംഗിയായി പോകണം. ആ നാടിൻ്റെ എല്ലാ പിന്തുണയും അവിടുത്തെ മറ്റെല്ലാ കച്ചവട സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നത് പോലെ ഇവർക്കും ലഭിക്കും. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യം അത് കേൾക്കണം, അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കണം. അവരുടെ തൊഴിലെടുക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം. അതിനപ്പുറം യാതൊരു പ്രശ്നവും അവിടെയില്ല. ഒരു സംഘർഷത്തിനെയും പ്രശ്നമില്ല. ആര് മുൻകൈ എടുത്ത് ചർച്ച ചെയ്താലും ആ ചർച്ചയുമായി സഹകരിക്കാൻ CITU സന്നദ്ധമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചയിലൂടെ പരിഹരിക്കണം, അതിന് മുൻകൈ ഉണ്ടാകണം. ചർച്ചയിൽ വരുന്നയാൾ ഇതിൻ്റെ മേലെ നിലപാട് പറയാൻ പറ്റുന്ന ആളായിരിക്കണം. ചർച്ചയിൽ ആരെങ്കിലും അവിടുത്തെ തൊഴിലാളികളെ പറഞ്ഞയച്ചിട്ട്
തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ. ഞങ്ങളല്ല തീരുമാനമെടുക്കേണ്ടത്, അതിന് മുതലാളി വേറെയുണ്ട് എന്ന് പറഞ്ഞാൽ ചർച്ച നടക്കുമോ? ഞങ്ങൾക്ക് ഈ വ്യാപാരി സംഘടനാ നേതാക്കന്മാർ പറയുന്നവരോട് താല്പര്യമാണ്. കാരണം മാതമംഗലത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമുന്നതരായ നേതാക്കന്മാർ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുമായി സഹകരിക്കണ്ടേ? ആ സഹകരിക്കായ്മയിൽ നിന്നാണ് ഈ ബന്ധം മോശമാകുന്നത്. ഒരു തൊഴിലുടമ എന്ന് പറയുന്നത് അയാളുടെ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ, അവിടുത്തെ തൊഴിലാളികളുടെ പിന്തുണ, ആ നാടിൻ്റെ പിന്തുണ, അതെല്ലാം ഉറപ്പുവരുത്താനുള്ള ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടല്ലോ. ആ ബാധ്യത അദ്ദേഹം നിർവഹിക്കണം. തൊഴിലാളികളും അവിടുത്തെ ജനങ്ങളും ആ സ്ഥാപനം മുന്നോട്ട് പോകാനുള്ള എല്ലാ പിന്തുണയും നൽകും. ഒരു പ്രശ്നവും ആ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒത്തുതീർപ്പിൻ്റെ ഏതൊരു വഴിയെയും സ്വാഗതം ചെയ്യുന്നു. അതിനാര് മുൻകൈ എടുത്താലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ശരി, ശ്രീ ES ബിജു, ഇത്തരത്തിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും തൊഴിൽ സമരങ്ങളും ഒക്കെ നിരന്തരം ഉണ്ടാകുന്നതാണ്. അത് പരിഹരിച്ചു തന്നെയാണ് കാലം, പണ്ട് മുതലേ അതുള്ളതാണ്. അത് പരിഹരിച്ചുകൊണ്ടാണ് കാലം ഇവിടെ വരെ എത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അതായത് ഈ പരാതി ഉന്നയിക്കുന്ന റബി മുഹമ്മദ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിയമപരമായിട്ട് അദ്ദേഹത്തിന് ഹൈക്കോടതി വിധി ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തൊഴിലാളികളെ സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് അതിനുള്ള ഹൈക്കോടതി വിധിയുണ്ട്. നിയമപരമായിട്ട് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്. അതേസമയം തന്നെ ഇവിടെ ധാർമ്മികത എന്നൊരു വലിയ ഒരു വസ്തുത കൂടി ഇവിടെ ഉയർന്നു നിൽക്കുന്നില്ല. അതായത് കാലങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തു വരുന്ന, തൊഴിലെടുത്തു വരുന്ന CITU തൊഴിലാളികൾ അല്ലെങ്കിൽ അവിടെയുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ നിഷേധിക്കപ്പെടുകയല്ലേ? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നിലവിൽ ഇപ്പോൾ റബി മുഹമ്മദിന്റെയും ഒപ്പം തന്നെ അഫ്സലിന്റെയും ഒക്കെ തന്നെ അവരുടെ പരാതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കായിട്ടുള്ള പ്രചരണം നമ്മൾ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നു. പക്ഷെ അതേസമയം തന്നെ CITU തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? റബി മുഹമ്മദിന് ഇവിടെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലാർക്കും തർക്കമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുസ്ഥിതി എന്താ? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തൊഴിൽ സ്ഥാപനങ്ങളുണ്ടെങ്കിലേ ആ തൊഴിൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് പണിയുണ്ടാവൂ. ആ തൊഴിൽ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് സ്ഥാപന ഉടമകളുടെ മാത്രം ബാധ്യതയല്ല, ആ പ്രദേശത്തെ തൊഴിലാളികളുടെയും അവിടുത്തെ ബഹുജനങ്ങളുടെയും എല്ലാം ഒരു ബാധ്യതയായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാറിയിട്ടുണ്ട്. അത് പരസ്പര പൂരിതമായി പരസ്പര ബന്ധിതമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സമാധാനപരമായിട്ടുള്ള ഒരു വ്യാപാര അന്തരീക്ഷം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയൂ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുമ്പുണ്ടായിരുന്ന തൊഴിലാളികളുടെ മനോഭാവമല്ല ഇപ്പോൾ ഉള്ളത്. മുമ്പ് തൊഴിലാളികളുടെ മനോഭാവം എന്ന് പറയുന്നത് അവരുടെ മാത്രം ബാധ്യതയാണ് ആ പ്രവർത്തനമെന്ന ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് അവരുടെ ആ മനോഭാവത്തിൽ മാറ്റം വന്നു. അത് തൊഴിലാളി സംഘടനകളുടെ ഇടപെടലുണ്ട്, അവരുടെ ബോധ നിലവാരത്തിൽ വന്നിട്ടുള്ള മാറ്റമുണ്ട്, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പൊതു പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നു. മുമ്പ് നമ്മുടെ മാർക്കറ്റുകളിൽ ഉണ്ടായിരുന്ന സ്ഥിതി എന്താ? അത് CITUവിലാണെങ്കിലും INTUCയിലാണെങ്കിലും മറ്റിതര തൊഴിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണെങ്കിലും അവർ വ്യാപാര സ്ഥാപനത്തിന് മുമ്പിലോ നമ്മുടെ റോഡുകളിലോ തലയിൽ ഒരു കെട്ടുമൊക്കെ കെട്ടി ഇങ്ങനെ ഒരു ഗുണ്ടാ ശൈലിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സമീപനം നമ്മുടെ സംസ്ഥാനത്തും ഇതര മേഖലകളിലുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം അന്തരീക്ഷത്തിന് വലിയ മാറ്റമുണ്ടായി. ഇപ്പം ആ തൊഴിലാളിയും തൊഴിലുടമയും പരസ്പരമായി സഹകരിച്ചിട്ടാണ് ആ സ്ഥാപനം മുന്നോട്ട് വരുന്നത്. ആ സ്ഥാപനം മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ തൊഴിലാളികൾ ചെയ്തു തരികയാണ്. ഇത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടണ പ്രദേശങ്ങളിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഉള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ പൊതുസ്ഥിതി ഇതാണ്. അത് ചില സ്ഥലങ്ങളിൽ അറ്റാച്ച്ഡ് തൊഴിലാളികളുണ്ട്, പുറത്തു നിന്ന് പൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ എന്ന നിലയിൽ തൊഴിൽ കാർഡുള്ള ALO കാർഡും DLO കാർഡും ഉള്ള തൊഴിലാളികളുണ്ട്. ഇവരെല്ലാമായി നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അവിടെ യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ തർക്കമുണ്ടെങ്കിൽ യൂണിയൻ നേതാക്കന്മാരെ വിളിച്ചിരുത്തി സൗഹാർദ്ദപരമായി വ്യാപാര സംഘടനകൾ പരസ്പരം ചർച്ച ചെയ്ത് മഹാഭൂരിപക്ഷം വരുന്ന തൊഴിൽ തർക്കങ്ങളും അവിടെ തീർക്കുകയാണ്. ഇപ്പം മുമ്പുണ്ടായിരുന്നത് ആ തൊഴിൽ തർക്കത്തിൽ പോലീസ് ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ഇടപെടുന്ന സ്ഥിതിക്ക് പകരം അതിൻ്റെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇടപെട്ടിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. ലേബർ മേഖലയിലോ നമ്മുടെ ജില്ലാ ലേബർ ഓഫീസിലോ ALO ഓഫീസിലോ പോകുന്ന തർക്കങ്ങളുടെ എണ്ണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഗണ്യമായി കുറഞ്ഞു. ആ ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു. ഇപ്പം ഇവിടെ വരുന്ന സ്ഥിതി എന്താ? ഇദ്ദേഹത്തിന് ഇവിടെ തൊഴിൽ നടത്തുന്നതിനുള്ള സാഹചര്യം അടയ്ക്കുന്നു എന്ന പ്രചരണം നടത്തി തൊഴിൽ മേഖലയിലാകെ വ്യാപാര മേഖലയിലാകെ മറ്റൊരു അന്തരീക്ഷമാണ് കേരളത്തിൽ രൂപപ്പെടുന്നതെന്ന ഒരു മിഥ്യാധാരണ പ്രചരിപ്പിക്കുക എന്നതിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ കഴിയില്ല. എന്നാൽ
ഒരു പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടാണ് ഒരു സ്ഥാപനം നടത്തുന്നതെങ്കിൽ ആ സ്ഥാപനം സംരക്ഷിച്ചു മുന്നോട്ട് പോകാനുള്ള ബാധ്യത അദ്ദേഹത്തിനുമുണ്ട്. ആ സ്ഥാപനത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സമാധാനപരമായി ഒരുക്കാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്കുമുണ്ട്. അത് പ്രാദേശിക ഭരണകൂടത്തിനുമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനുമുണ്ട്. അത്തരമൊരു അന്തരീക്ഷം രൂപപ്പെടുത്തി എടുക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കോടതി വിധി ഒരു വശത്ത് നിൽക്കുന്നു. നമ്മൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്താണല്ലോ പ്രവർത്തിക്കുന്നത്. എത്രയോ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. നൂറുകണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇതേ നിലപാട് സ്വീകരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമ്മുടെ മുമ്പിൽ വരികയാണ്. ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആ സ്ഥാപനം നിലനിൽക്കണം. അവിടെ തൊഴിലാളികൾക്ക് പണി ലഭിക്കേണ്ടതാണെങ്കിൽ തൊഴിലാളികൾക്ക് പണി ലഭിക്കണം. തൊഴിലാളി സംഘടനകളുടെയോ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ആ വ്യാപാര സ്ഥാപനത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ നിലപാടിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാനും കഴിയില്ല. പക്ഷേ ഈ സ്ഥാപനം നിലനിൽക്കണം എന്ന ബോധനിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഇടപെടലുകളാണ് തൊഴിലാളി സംഘടനകളുടെയും തൊഴിലാളികളുടെയും ഭാഗത്തുണ്ടാകുന്നതെങ്കിൽ ഒരു കാരണവശാലും അതിനെതിരായി നിൽക്കുന്ന ഒരു സമീപനവും ഇവിടെ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത്തരമൊരു അന്തരീക്ഷം രൂപപ്പെടുന്നു എന്ന പ്രതീതി ഉണ്ടായാൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ഇതര രാജ്യങ്ങളിലാണെങ്കിലും ഇങ്ങോട്ട് വരുന്ന നിക്ഷേപകർ ഇതൊരവസരമായി സ്വീകരിച്ച് അതിനെ തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരും. അതുണ്ടാവാൻ പാടില്ല. തീർച്ചയായും ഇത്തരം പ്രചരണങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അങ്ങ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രീ വി സുനിൽകുമാർ, നിലവിലിപ്പോൾ ഇവിടെ റാബി മുഹമ്മദ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തൊഴിലിടമാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനമാണ്, അദ്ദേഹം അവിടെ സ്വന്തം നിലയ്ക്ക് തൊഴിലാളികളെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്ഥിതിവിശേഷം ഇത് സംസ്ഥാനമെമ്പാടും, അതായത് ഇപ്പോൾ ഒരാൾ ചെയ്തു മറ്റുള്ളവർക്കും ഇത് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകും. ഈ രീതിയിലേക്ക് കാര്യം, അതായത് സ്വന്തം തൊഴിലിടത്തിൽ സ്വന്തം സ്ഥാപനത്തിൽ ഒരാൾ സ്വന്തം നിലയ്ക്ക് തൊഴിലാളികളെ വെക്കുന്ന ഈ ഒരു നയം, ഇതിനോട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിലപാട് എന്താണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ? അതായത് ആ സ്ഥാപനത്തിൽ 4 തൊഴിലാളികൾക്കാണ് അവർ ലേബർ കാർഡ് വാങ്ങിയത്. ആ 4 തൊഴിലാളികൾക്ക് ലേബർ കാർഡ് വാങ്ങാനുണ്ടായ അതിനുള്ള പ്രേരണ ആ വ്യാപാര സ്ഥാപന ഉടമയ്ക്ക് എങ്ങനെ വന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ണൂർ ഈ മാതമംഗലത്ത് മനസ്സിലാക്കിയത്, അവിടെ മറ്റ് സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ കൂലി അവിടെ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം അവർ, ഇത് രണ്ടും തൊഴിലാളികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളാണ് രണ്ടും. ഒന്ന് സംഘടനയിലുള്ള തൊഴിലാളികൾ, ഒന്ന് സംഘടനയിലില്ലാത്ത തൊഴിലാളികൾ. അല്ലാതെ മുതലാളിയല്ലല്ലോ ഇതിൻ്റെ ചരക്കിറക്കുന്നതും കയറ്റുന്നതും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചിന്തിക്കാൻ എന്താണ് കാരണം എന്ന് അവിടുത്തെ തൊഴിലാളി സംഘടനകൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. മറ്റൊന്ന് ഈ വ്യാപാര മേഖലയിലുള്ള വ്യാപാരിയും തൊഴിലാളിയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ആ 2 വശങ്ങൾ, വ്യാപാരി ഉണ്ടെങ്കിലേ തൊഴിലാളിയുള്ളൂ, തൊഴിലാളി ഉണ്ടെങ്കിലേ വ്യാപാരിയുള്ളൂ. അപ്പോൾ അത് പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ മാറ്റി ചിന്തിക്കേണ്ടി വന്നത്, ലേബർ കാർഡ് എടുത്ത് സ്വന്തം തൊഴിലാളികളെ വെക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇത് ഹൈക്കോടതിയിൽ നിന്നും ഈ അടുത്ത കാലത്ത് വന്നൊരു വിധിയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ സ്വന്തം തൊഴിലാളികളെ കൊണ്ട് കൂലി പണിയെടുപ്പിക്കാനുള്ള കാർഡ് ഇഷ്യൂ ചെയ്യണമെന്നുള്ളത്. അത് അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഓഫീസുകളിലും ലേബർ ഓഫീസ്, അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസ്, ജില്ലാ ലേബർ ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ അവർക്ക് ആ കാർഡ് അനുവദിച്ച് കിട്ടാത്തത് കൊണ്ടാണ് അവർ ഹൈക്കോടതിയിൽ പോയി ആ കാർഡ് ഇഷ്യൂ ചെയ്ത് വാങ്ങിയത്. അത് കേരളത്തിൽ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ കാരണം, അടിസ്ഥാന കാരണം കൂലിയിലുള്ള വ്യത്യാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയിലേക്ക് വീണ്ടും അതിഥികളിലേക്കാണ്. ശ്രീ സത്യപാൽ, ഇപ്പോൾ മാതമംഗലത്തുണ്ടായ ഈ പ്രശ്നം ഇതൊരു കേരളത്തിന്റെ പ്രശ്നമായി മാറ്റിയെടുക്കാനൊക്കെ ചിലർ ശ്രമിക്കുകയും അത്തരത്തിലുള്ള അജണ്ട നടപ്പിലാക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് നിലവിലെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്കറിയണം. എന്തുകൊണ്ടാണ് ഈ റബി മുഹമ്മദ് ഇത്തരത്തിൽ CITU തൊഴിലാളികളെ അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലാളികളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ അദ്ദേഹം തൊഴിലാളികളെ വെക്കുന്ന രീതിയിലേക്ക് പോകാൻ ഇടയായ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? അത്തരത്തിലൊരു കാര്യത്തിലേക്ക് നയിച്ച സംഭവം എന്താണ്? അതുതന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. സാധാരണ അവിടുത്തെ തൊഴിലാളികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കുന്നതിനേക്കാൾ കൂടുതൽ
കൂലി ഈ സ്ഥാപനത്തിന് ഈടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ സ്ഥാപനത്തിന് മതിയായ സേവനം നൽകാൻ അവിടുത്തെ തൊഴിലാളികൾ സന്നദ്ധമാകാത്ത സാഹചര്യം അങ്ങയിലേക്ക് ഉടൻ മടങ്ങിയെത്താൻ റാബി മുഹമ്മദ്, അദ്ദേഹത്തെ നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശ്രീ റാബി മുഹമ്മദ്, കേൾക്കാമോ? റാബി മുഹമ്മദ്, ശ്രീ റബി മുഹമ്മദ്, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ചില സാങ്കേതിക തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ സത്യപാൽ, അങ്ങ് തുടർന്നോളൂ. ഒരു തർക്കവും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവിടുത്തെ തൊഴിലാളികളില്ല. ഇപ്പോൾ ബഹുമാന്യനായ വ്യാപാരി വ്യവസായി നേതാവ് പറഞ്ഞതുപോലെ അവിടെ കൂലി കൂടുതലാണ് വാങ്ങുന്നതെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് വഴി? അതിനാണല്ലോ അവിടുത്തെ വ്യാപാരി വ്യവസായി സംഘടന നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കൂലി അവിടെ വാങ്ങുന്നുണ്ട് എന്ന് ആ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തിയാൽ ആ കാര്യം അവർ ബോധ്യപ്പെടുന്നില്ല എങ്കിലല്ലേ പുതിയ പ്രശ്നം രൂപപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് എന്തുകൊണ്ട് സന്നദ്ധമാകുന്നില്ല? മറ്റ് സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ കുറഞ്ഞ കൂലിയെ ഈടാക്കുന്നുള്ളൂ എങ്കിൽ അത് എന്തുകൊണ്ട് വ്യാപാരി സംഘടനകൾ മുഖേന ഈ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുന്നില്ല? ഒരു ജനാധിപത്യപരമായ വഴി അതല്ലേ? ആ വഴിയിലേക്കൊന്നും പോകാതെ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ തൊഴിലാളികളെ വെക്കാനുള്ള അനുമതിക്ക് വേണ്ടി ലേബർ ഓഫീസിൽ അപേക്ഷ കൊടുത്തിരുന്നു. ALO നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഒരു തൊഴിലാളികൾ അവിടെ ഇല്ല എന്നും പണിയെടുക്കുന്നില്ല എന്നും റിപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ലേബർ കാർഡ് കിട്ടാതെ പോയത്. ജില്ലാ ലേബർ ഓഫീസറടുത്ത് പോയപ്പോൾ ജില്ലാ ലേബർ ഓഫീസർ നടത്തിയ അന്വേഷണത്തിലും അവിടെ തൊഴിലാളികൾ പ്രത്യേകമായിട്ടില്ല എന്നും അങ്ങനെ ലേബർ കാർഡ് ഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹവും നിലപാടിലെത്തി. അത്തരമൊരു സന്ദർഭത്തിലാണ് കോടതിയിൽ പോയിട്ട് ഈ തൊഴിലാളികളെ വെക്കാനുള്ള അനുമതി നേടിയത്. 4 തൊഴിലാളികളെയാണ് ഇപ്പോൾ ലേബർ കാർഡ് കൊടുക്കാൻ തീരുമാനമായത്. 2 പേർ അതിഥി തൊഴിലാളികളാണ്. 2 പേർ ഈ മാതമംഗലത്ത് നിന്ന് ഒരു 40 കിലോമീറ്റർ അകലെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി അവരെ അവിടെ ജോലിക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ലേബർ കാർഡ് വാങ്ങാനുള്ള അപേക്ഷയും കൊടുത്ത് വന്നതാണ്. അതല്ലാതെ അവിടെയുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂലിത്തർക്കമോ മതിയായ സേവനം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ഈ കാര്യമുണ്ടായത്. അതിനൊരു കാരണമുണ്ടെന്ന് അവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾ പറയുന്നു. കയറ്റിറക്ക് കൂലി കുറഞ്ഞു കിട്ടിയാൽ കുറഞ്ഞ വിലക്ക് സാധനം കൊടുക്കാം. അപ്പോൾ അങ്ങനെ മറ്റ് വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കുറഞ്ഞ വിലക്കാണ് സാധനങ്ങൾ കൊടുക്കുക എന്ന പ്രതീതി സൃഷ്ടിക്കാനാണെന്ന് അവിടുത്തെ ചില വ്യാപാരി സുഹൃത്തുക്കൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കതറിയില്ല. അപ്പോൾ ഒരു മുൻവിധിയോടുകൂടി ഇങ്ങനെ തൊഴിലാളികളെ വെക്കാനുള്ള തയ്യാറെടുപ്പോടി വന്നതാണ്. അതല്ലാതെ അവിടുത്തെ തൊഴിലാളികളിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ തൊഴിലാളികളെ വെക്കാൻ അദ്ദേഹം തയ്യാറായത്. അതുകൊണ്ട് അവിടെ കൂലി കൂടുതലെന്ന പ്രശ്നം ഈ വ്യാപാരി സുഹൃത്ത് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. സമീപ പ്രദേശത്തുള്ള കൂലി എത്രയാണെന്ന് ആയി വരട്ടെ, അതിന് നിരക്കുണ്ടാവുമല്ലോ, ചർച്ച ചെയ്യാം. അത് തൊഴിലാളികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ അതല്ല പ്രശ്നം. അങ്ങനെ ഒരു തർക്കവും ഇവർ തമ്മിലില്ല. ഇവിടെ 4 തൊഴിലാളികൾ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്, എനിക്ക് കോടതിയുടെ അനുമതിയുണ്ട്, ഞാൻ അവരെ വെച്ച് പണിയെടുപ്പിക്കും. അതൊരു ശരിയായ നിലപാടാണോ? അതിന് മേലെ തൊഴിലാളികൾ ഞങ്ങൾക്ക് തൊഴിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ മാതമംഗലത്ത് ഈ ഒരു കട മാത്രമല്ലല്ലോ. ഈ സ്ഥാപനം ആരംഭിച്ചതിന് ശേഷം തന്നെ അവിടെ എത്ര കട ആരംഭിച്ചു? അവിടെയെല്ലാം ഈ തൊഴിലാളികൾ പണിയെടുക്കുന്നില്ലേ? എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ ഇവർ തമ്മിലുണ്ടോ? ഇന്നേ വരെ ഉണ്ടോ? ഇനി ഇപ്പോൾ ഈ ഒരു 1-2 വർഷം എടുക്കണ്ട. ആ മാതമംഗലത്ത് വിവിധ അവിടുത്തെ വ്യാപാരി വ്യവസായ ഏകോപന സഭയുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ്. നമുക്ക് അവരോട് ചോദിക്കാം, രാഷ്ട്രീയമായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ടോ? രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതായത് നിലവിൽ പ്രാദേശിക തലത്തിൽ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ചില ഗൂഢാലോചനകൾ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണം CPIM ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കാനുള്ള ഒരു കാരണം എന്താണ്? അതാണ് പറഞ്ഞത്. അവിടെ ഒരു യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ചില നീക്കങ്ങൾ നടത്തിയത്. ആ നീക്കത്തിൻ്റെ പ്രതികരണമായി പല പ്രദേശങ്ങളിൽ നിന്നും സംഘടിച്ചു വന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു സംഘം ആളുകൾ അവിടെ ഒരു പ്രകടനം നടത്തി. പോലീസിന് അനുമതിയില്ലാതെ നടത്തിയതാണ്. വളരെ മോശമായ മുദ്രാവാക്യങ്ങൾ, ആഭാസങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ആ തൊഴിലാളികളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്തി. എന്തൊരാവശ്യമാണ്? എന്താണ് ഇതിൽ മുസ്ലിം ലീഗിൻ്റെ പ്രശ്നം? മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഇതിൽ കുറ്റക്കാരായി കാണുന്നില്ല. എന്തുകൊണ്ട്? മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് അവിടുത്തെ വ്യാപാരി സംഘടന നേതാക്കന്മാർ. അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നവരാണ്. അവരതിൽ രാഷ്ട്രീയം കാണുന്നില്ല. ഇതൊരു തൊഴിൽ തർക്കമായിട്ടേ കാണുന്നുള്ളൂ. പക്ഷെ അതിനിടയിൽ ഇതൊരു സംസ്ഥാന വിഷയമാക്കി മാറ്റാൻ പറ്റുമെന്ന ആരുടെയോ താല്പര്യം ഇതിന് പിന്നിലുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ
പേര് പറയുന്നതിൽ എനിക്ക് മടിയില്ല. ഏഷ്യാനെറ്റ് ചാനൽ എന്താ പറഞ്ഞത്? മാതമംഗലത്ത് നോക്കുകൂലി എന്നാണ്. മലയാള മനോരമ പത്രം വലിയ വാർത്ത കൊടുത്തു. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വ്യാപാരി സുഹൃത്തുക്കൾ പറയട്ടെ, അവിടെ മുന്നിൽ ഇവിടെ ഒരു നോക്കുകൂലി പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നോക്കുകൂലി പ്രശ്നം എന്താ? പണിയെടുക്കാതെ കൂലി വാങ്ങുന്നതാ. അത് ഇന്ന് കേരളത്തിൽ നടക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളത്തിൽ നോക്കുകൂലി വാങ്ങിയാൽ ജയിലിൽ കിടക്കും. ആ നോക്കുകൂലിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് ആദ്യം സ്വീകരിച്ച സംഘടന CITU ആണ്. CITU അംഗങ്ങൾ ആരെങ്കിലും നോക്കുകൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന നിലപാട് CITU സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നോക്കുകൂലിയില്ല. ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥലം ജയിലിലാണ്. ഇവിടെ നോക്കുകൂലി എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചത്? എന്തിനാണ് ഈ പാവം തൊഴിലാളികളെ നിങ്ങളിങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ചുമട്ടുകാരെന്ന് പറഞ്ഞാൽ പിടിച്ചുപറിക്കാരാണോ? കൊള്ളക്കാരാണോ? 60 വയസ്സ് വരെ പണിയെടുക്കാം. ഏത് ചുമട്ട് തൊഴിലാളിയാണ് 60 വയസ്സ് വരെയുള്ള കാലയളവ് പൂർത്തിയാക്കുന്നത്? ഒരു 50 വയസ്സ് കഴിയുമ്പോൾ സ്വയം പിരിഞ്ഞു പോവുക. നടുവിന് ബെൽറ്റ് ഉണ്ട്, കാൽമുട്ടിന് തേയ്മാനമുണ്ട്, എണ്ണയും മരുന്നും കുഴമ്പുമായിട്ട് ജീവിതകാലം കഴിച്ചു കൂട്ടേണ്ടുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളെയാണോ നിങ്ങൾ പിടിച്ചുപറിക്കാരായി കണക്കാക്കുന്നത്? അവരാണോ കൊള്ളക്കാർ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തളിപ്പറമ്പ് മാർക്കറ്റ് മാതമംഗലത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറമുള്ള പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. അവിടെ STU എന്ന് പറയുന്ന സംഘടനയാണ് അവിടെ ഉള്ളത്. ഏതെങ്കിലും ഒരു സ്ഥാപനം ഒരു 4 തൊഴിലാളികളെ ഇതേപോലെ കാർഡ് വാങ്ങിയവരെ അവിടെ പ്രവർത്തിക്കാൻ STU അനുവദിക്കുമോ? ഇതേ മാതമംഗലത്തിൻ്റെ തൊട്ടടുത്തൊരു പട്ടണമാണ് പാടിയോട്ടിച്ചാൽ. അവിടെ INTUC വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു 4 CITUക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ലേ? പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള ഒരു പരസ്പര ധാരണയും ബോധ്യവുമുണ്ട്. ആ ധാരണയെയും ബോധ്യത്തിൻ്റെയും അത് അംഗീകരിച്ചു കൊടുക്കുന്ന തൊഴിലുടമകളും പരസ്പരമുള്ള ധാരണയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എവിടെയും പ്രവർത്തിക്കുന്നത്. ഇവിടെയെല്ലാം ഓരോ സ്ഥാപനവും ഈ നിലപാട് സ്വീകരിച്ചാൽ എന്താണ് സംഭവിക്കുക? അതുകൊണ്ട് ഇവിടെ സംഘർഷമല്ല, അവിടെ തൊഴിൽ പ്രശ്നമാണ്. ആ തൊഴിൽ പ്രശ്നത്തെ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള വഴികളുണ്ട്, നിയമപരമായ വഴികളുണ്ട്. വ്യാപാരി സംഘടനകളുടെ സഹായങ്ങൾ തേടാം. ഏത് വഴിയിലൂടെയും അത് സമാധാനപരമായി പരിഹരിക്കുകയാണ് വേണ്ടത്. ഇവിടെ മറ്റ് യാതൊരു തരത്തിലും ഈ പറയുന്ന പ്രചരണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. ഏതെങ്കിലും 1-2 ആളുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാലും ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഇത് രാഷ്ട്രീയമില്ല. ഇപ്പോൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന പിന്നൊരു അജണ്ടയുണ്ട്. അതെന്താണ്? കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, ചട്ടങ്ങളിൽ വരുത്തിയിട്ടുള്ള ഭേദഗതികൾ, നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതികൾ, ഏതൊരു സ്ഥാപനം തുടങ്ങാനും വളരെ എളുപ്പത്തിൽ ലൈസൻസ് കിട്ടുന്ന സംവിധാനം, സിംഗിൾ വിൻഡോ സംവിധാനം, ഈ സംവിധാനങ്ങളെല്ലാം കൂടി കേരളത്തെ വ്യവസായ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ഗവൺമെൻറ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കണം. ആ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഏതോ ഒരു ഗൂഢപദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൽ ഈ കട ഉടമ പങ്കാളിയാണ് എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. എനിക്ക് അഭിപ്രായവും എൻ്റെ അനുഭവത്തിൽ വെച്ച് ഇപ്പോൾ ഇല്ല. പക്ഷേ ആ താല്പര്യമുള്ള ആളുകൾ ഈ തൊഴിൽ പ്രശ്നത്തെ തെറ്റായി വക്രീകരിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചില ഹിഡൻ അജണ്ടയുള്ള മാധ്യമങ്ങൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്ന മാതമംഗലത്തും പരിസരത്തുമുള്ള ജനങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം ഈ കാര്യത്തിൻ്റെ വസ്തുത അറിയാം. ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും അവിടെ നടക്കുന്നത് ഒരു ന്യായമായ തൊഴിലാളി സമരമാണെന്നും അവിടെ സാധനം വാങ്ങാൻ വരുന്ന ആരെയും അറിയായിരിക്കും, ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയായിരിക്കും. അവിടെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നാട്ടുകാരുടെ മുന്നിലുണ്ടാവില്ല, അവരുന്നയിക്കുന്നുമുണ്ടാവില്ല. പക്ഷേ ഇതിന്റെ ഒരു പ്രചാരണം ഇത് എത്തുന്നത് വലിയ തോതിൽ തന്നെ കേരളത്തിനെതിരെ അല്ലെങ്കിൽ കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തിനെതിരെയും അത് വലിയ രീതിയിൽ തന്നെ വലിയൊരു അജണ്ടയായി ഇത് മാറുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു വാസ്തവം അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ ES ബിജു, അതായത് നേരത്തെ ശ്രീ സത്യപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൊഴിലാളികൾ തമ്മിലുള്ള, തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള ചില പരസ്പര ധാരണകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്, ഒപ്പം വ്യാപാരികളും ഈ വ്യവസായികളും ഒക്കെ തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും നടന്നു പോരുകയും ഇത് നമ്മളൊരു പതിവായി ഇത് ശീലിച്ചു പോരുകയും ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സൂചിപ്പിച്ചത് തൊഴിൽ ചോദിക്കുന്നത് ഒരു പാതകമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കാനുള്ളത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ചോദിക്കുക ആണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അത് നിലവിലിപ്പോൾ നേരത്തെ ശ്രീ സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ കൂലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിലൊക്കെയുള്ള ഒരു പരിഹാരം എന്താണ്? ദയവായി എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. തൊഴിലാളികളുടെ ഭാഗത്തുനിന്നാണെങ്കിലും തൊഴിലുടമകളുടെ ഭാഗത്തുനിന്നാണെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇത് രൂപപ്പെട്ടു പോകാൻ പാടില്ല. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്.
ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് മാധമംഗലം എന്ന് പറയുന്ന ഒരു ഗ്രാമീണ മേഖലയിൽ രൂപപ്പെട്ടു വന്ന ഒരു ചെറിയ തൊഴിൽ പ്രശ്നമാണ്. ആ തൊഴിൽ പ്രശ്നത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. അത് ഒരു വലിയ പ്രശ്നമായി ഊതി വീർപ്പിച്ച് വലിയൊരു പ്രചരണം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നത് ഇന്നത്തെ കേരള വികസനത്തിന് എതിരായി നിൽക്കുന്ന ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുന്ന ആളുകളുടെ അജണ്ടയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം തൊഴിലാളികൾക്ക് തൊഴിൽ വേണം, തൊഴിലുടമകൾക്ക് ആ തൊഴിലുടമകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവണം. കൂലിയുടെ പ്രശ്നം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കൂലിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്? നിയമപരമായി ഏതെങ്കിലും കോടതിയിൽ പോയിട്ടാണോ കൂലിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്? നമ്മളെല്ലാ മേഖലകളിലും വ്യാപാര സംഘടനകൾ ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വളരെ ശക്തിയായി പ്രവർത്തിക്കുകയാണ്. ആ വ്യാപാര സംഘടനകളും തൊഴിൽ സംഘടനകളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് കൂലി വ്യവസ്ഥയുണ്ടാക്കുകയാണ്. അത് ജില്ലാ തലത്തിൽ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൂലി വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. ആ കൂലി വ്യവസ്ഥ എവിടെയെങ്കിലും തയ്യാറാക്കുമ്പോൾ അത് ലിഖിതമായി എഴുതി വെക്കുകയാണ്. ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് ആ കൂലി വ്യവസ്ഥ ഒരു വർഷത്തേക്ക് അംഗീകരിച്ച് അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് അംഗീകരിച്ച് ആ കൂലി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ സഹകരണത്തോടു കൂടി നടത്തുന്നത്. ഇവിടെ പിന്നെ എന്തിനാ മറ്റൊരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നത്? അപ്പം അത്തരമൊരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ അവരുടെ ഗൂഢമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത്, ഒരൊറ്റപ്പെട്ട സംഭവം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് സമാധാനപരമായിട്ടുള്ള ഒരു വ്യാപാര അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അതുണ്ടാവാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഏകജാലക സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കി നിയമത്തിലും ചട്ടത്തിലും ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ സംസ്ഥാന ഗവൺമെന്റ് വ്യാപാര സംഘടനകളുമായി ചർച്ച ചെയ്തെടുത്തിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലെ വ്യാപാര മേഖല പ്രവർത്തിക്കുന്നത്. ചെറിയ കാര്യമല്ല. ആ വ്യാപാര മേഖലയിലേക്കാണ് വിഷലിപ്തമാവുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുന്നത്. അതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരു മലയോര മേഖലയാണ്. അവിടെ മലഞ്ചരക്കിന് വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മാധമംഗലം. അവിടെ തൊഴിലാളികൾ വർഷങ്ങളായി പണിയെടുക്കുകയാണ്. ആ തൊഴിലാളികളുടെ ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ ആ തൊഴിലാളികളുടെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുകയും അവിടെ പുതിയൊരു സ്ഥാപനം എന്ന നിലയിൽ SR എന്റർപ്രൈസസ് എന്ന സ്ഥാപനം ആരംഭിക്കുമ്പോൾ ആ സ്ഥാപന ഉടമയ്ക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന ഒരു സാഹചര്യമാണ് അവിടെ രൂപപ്പെടുത്തേണ്ടത്. എനിക്കിപ്പോൾ ഒരു അഭിപ്രായം പറയാനുള്ളത്, ഇനി ഇത്രയും തർക്കങ്ങൾ വന്നു, നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, ചാനലുകൾ, പത്രമാധ്യമങ്ങൾ വലിയ ചർച്ചയായി ഇത് ഉയർത്തിക്കൊണ്ടുവന്നു. അവിടുത്തെ ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് അവിടുത്തെ വ്യാപാര സംഘടനാ പ്രതിനിധികളോ ഈ വ്യക്തിയോ അവരെയും തൊഴിൽ സംഘടനാ പ്രതിനിധികളെയും ഒന്ന് വിളിച്ചിരുത്തി ചർച്ച ചെയ്താൽ തീരാൻ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന ധാരണയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം അത്തരത്തിലൊരു ചർച്ചയിലും അംഗീകരിക്കാത്ത നിലപാട് ഒരാൾ സ്വീകരിച്ചാൽ ആ നിലപാടിനോടൊപ്പം നിൽക്കുക എന്നത് ഒരു വ്യാപാര സംഘടനയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ വ്യാപാരികളെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ ലൈസൻസ് എടുത്ത് ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച വ്യാപാരിയെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ അത് ഏകപക്ഷീയമായി പോകാൻ പാടില്ല. നമ്മളൊരു ജനാധിപത്യ സംസ്ഥാനത്താണ് ജീവിക്കുന്നത്, ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അവിടെ നിലനിൽക്കുന്ന നിയമങ്ങൾ വ്യാപാരിക്കും ബാധകമാണ്, അവിടെ പണിയെടുക്കും തൊഴിലാളിക്കും ബാധകമാണ്. അതല്ലാതെ വ്യാപാരിക്കൊരു നിയമം തൊഴിലാളിക്ക് മറ്റൊരു നിയമം എന്ന പ്രത്യേകതയുള്ള സംസ്ഥാനമല്ല നമ്മുടെ സംസ്ഥാനം. വ്യാപാരിക്കും തൊഴിലാളിക്കും നാട്ടിൽ നിലനിൽക്കുന്ന നിയമവിധേയമായിട്ടാണ് സ്ഥാപനം നടത്തുന്നത്. തൊഴിലാളികൾ ലേബർ കാർഡ് എടുക്കുമ്പോൾ അത് നിയമവിധേയമായിട്ടാണ്. വ്യാപാരി ലൈസൻസ് എടുക്കുമ്പോൾ അത് നിയമവിധേയമായിട്ടാണ്. എല്ലാ വർഷവും ലൈസൻസ് പുതുക്കി നിശ്ചിതമായിട്ടുള്ള ഫീസ് അടച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീസുകൾ ഗവൺമെന്റിൽ അടച്ചിട്ടാണ് സ്ഥാപനം നടത്തുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ട് വ്യാപാര സ്ഥാപനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടത്താൻ. ഇപ്പൊ കോവിഡിന്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോവിഡിന്റെ അന്തരീക്ഷത്തിൽ വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് സൃഷ്ടിപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടത്തുന്നത്. ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ വ്യാപാര മേഖലയെ നിലനിർത്താൻ ആവശ്യമായ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ, ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ആ പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര അന്തരീക്ഷത്തിൽ തെറ്റായ പ്രവണതകൾ രൂപപ്പെടുത്തുന്നത്
അസ്വീകാര്യമായിരിക്കും. അതിനോടൊരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ഈ തൊഴിലാളിയെയും തൊഴിലുടമയെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കണം സ്വീകരിക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് വ്യാപാരി വ്യവസായ സമിതി. ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്കോ പ്രതിസന്ധികളിലേക്കോ എത്തിക്കാതെ ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് മുൻപിലുള്ള ഇനിയുള്ള ഏറ്റവും വലിയ കടമ്പ. അതായത് ശ്രീ വി സുനിൽകുമാർ ഈ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ ഈ പ്രശ്നത്തെ പ്രാദേശിക തലത്തിൽ പരിഹരിക്കുകയല്ലാതെ തൊഴിലാളിയും തൊഴിലുടമയും എന്നുള്ള പ്രശ്നത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു തലം, മറ്റൊരു മാനം, മറ്റു രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റൊരു മാനം ഈ ഒരു പ്രശ്നത്തിന് നൽകേണ്ടതുണ്ടോ? ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഇതിന് വലിയൊരു മാനം വേറെ ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഞങ്ങൾ കാർഡ്, അത് ലേബർ കാർഡ് എഴുതി കൊടുത്ത് ലേബർ ഓഫീസിൽ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ തൊഴിലാളികളെ വെക്കാറുണ്ട്. ഇതിപ്പം ഹൈക്കോടതിയിൽ നിന്ന് അനുവദിച്ച് ലേബർ കാർഡ് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിന് ബാധകമാവും. കാരണം ഞങ്ങളുടെ സൗകര്യത്തിന് വെക്കുന്നതാണ് തൊഴിലാളികളെ. അത് ഇപ്പം ഈ പുറത്തിരിക്കുന്ന തൊഴിലാളികൾക്ക് എടുക്കാൻ പറ്റാത്ത പണികളുണ്ടാവും, ചില വൈദഗ്ധ്യം നേടിയ ആളുകളുണ്ടാവും, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട വർക്കുകളുണ്ടാവും. അതിനാണ് ഈ ലേബർ ഓഫീസിൽ നിന്ന് പ്രത്യേകമായിട്ട് ലേബർ കാർഡ് വാങ്ങുന്നത്. അപ്പോൾ ആ ലേബർ കാർഡ് ഇപ്പോൾ ലേബർ കാർഡ് ഹൈക്കോടതിയിൽ പോയി ലേബർ കാർഡ് വാങ്ങിയിട്ടും ഇത്തരമൊരു നിലപാടാണ് ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ സ്വീകരിക്കുന്നതെങ്കിൽ ഇത് കേരളത്തിൽ അങ്ങോളം. ശ്രീ സുനിൽകുമാർ, അതിനുള്ള മറുപടി ഒരുപക്ഷെ ശ്രീ സത്യപാലൻ, അദ്ദേഹത്തിന് അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്, അദ്ദേഹത്തിന് മറുപടി നൽകാനാവുമായിരിക്കും. ഇത്തരത്തിൽ ലേബർ കാർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ സുനിൽകുമാർ സൂചിപ്പിച്ചതുപോലത്തെയുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഈ തൊഴിൽ, അതായത് റാബിന്റെ സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നോ ശ്രീ സത്യപാൽ? ഇല്ല, ഒരു പ്രശ്നവും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടെ നേരത്തെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കൂലി കൂടുതലിൻ്റെ പ്രശ്നമോ മതിയായ സേവനം ലഭിക്കാത്ത പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഒരു തർക്ക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ സ്ഥാപനത്തിൻ്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടി സ്വന്തം നിലയിൽ തൊഴിലാളികളെ വെച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം അതിനെ ന്യായീകരിക്കാം. ഇത് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ തൊഴിലാളികളും കൊണ്ടാണ് വരുന്നത്. പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മറുപടി അത് ഉചിതമാകും, അത് മതിയായ മറുപടിയാണ്. അതാണ് പോയിന്റ്. ഇനി അങ്ങേക്ക് എന്താണ് തുടർന്ന് പറയാനുള്ളത്? സുനിൽകുമാർ, അതിൽ പിന്നെ നമ്മൾ ഒരു വ്യാപാരം നടത്തുമ്പോൾ, ഒരു വ്യവസായം നടത്തുമ്പോൾ ചില ആളുകളെ നമ്മൾ താല്പര്യപ്പെട്ട് നമ്മുടെ എല്ലാ തൊഴിലാളികളാണെങ്കിലും അവർ നമ്മുടെ സ്ഥാപനങ്ങളിൽ ചിലപ്പം കച്ചവടം ചെയ്യുന്നത് പോലും അവരായിരിക്കും. അവരെ വിശ്വാസത്തിലെടുത്തിട്ടായിരിക്കും ഈ സ്ഥാപനങ്ങളിൽ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അവരും തൊഴിലാളികളാണ്. ഇവർക്ക് CITO അല്ലെങ്കിൽ STO അല്ലെങ്കിൽ INTUCൻ്റെ കാർഡ് ഉണ്ട് എന്നല്ലാതെ രണ്ട് കൂട്ടരും തൊഴിലാളികളല്ലേ. ഞങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ടല്ലേ അവരുടെ കുടുംബങ്ങൾ കഴിയുന്നത്. അതിലെന്താ വ്യത്യാസം? ശ്രീ സത്യപാൽ, അങ്ങേക്ക് മറുപടി പറയാം. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇവര് തൊഴിലാളികൾ, അവരും തൊഴിലാളികളാണ്. നിങ്ങൾ ആ തൊഴിലാളികൾ ഈ കേൾക്കൂ, ഈ സ്ഥാപനത്തിൽ നിങ്ങൾ പറയുന്ന 4 പേർ ലേബർ കാർഡ് എടുത്തു എന്ന് പറയുന്നത് നിങ്ങൾ കോടതി വിധിയാണ്, അത് അംഗീകരിക്കാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ലേബർ കാർഡ് എടുത്ത തൊഴിലാളികളല്ല ആ ഷോപ്പിലുള്ളത്. ഇത്രയൊന്നും തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പല്ല. നമ്മളിപ്പോൾ പൊതുവിൽ ഈ ചർച്ച കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ വ്യവസായ സ്ഥാപനമാണ്, ഒരു 5-10 പേർക്ക് പരിശോധിക്കാൻ. കേൾക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ കുറേ പേർ പണിയെടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് എന്നൊക്കെ തോന്നിപ്പോവും. ഒരു 1-2 തൊഴിലാളികൾ സാധനം എടുത്തു കൊടുക്കാൻ മാത്രമാണ് ആ ഷോപ്പിലുള്ളത്. അതല്ലാതെ എന്തെങ്കിലും സാങ്കേതിക പരിജ്ഞാനമുള്ള കുറേ തൊഴിലാളികളെ കയറ്റിറക്ക് തൊഴിലാളികളെ ആവശ്യമുള്ളൊരു സ്ഥാപനമല്ല, ഹാർഡ്വെയർ ഷോപ്പാണ്. ഇതിനേക്കാൾ വലിയ ഷോപ്പുകൾ അതേ ടൗണിൽ തന്നെയുണ്ട്. അവിടെയെല്ലാം തൊഴിൽ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികളാണ്. ഇങ്ങനെ ഓരോ തൊഴിൽ സ്ഥാപനവും ഞങ്ങൾ തൊഴിലാളികൾ വെക്കുമെന്ന് പറഞ്ഞാൽ ഈ കുടുംബം അനാഥാവില്ലേ? ഇവരാര് സംരക്ഷിക്കും? അപ്പോൾ ഒരു തൊഴിൽ സുരക്ഷയുടെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യാപാരി ലൈസൻസ് എടുത്തിട്ട് ഒരു കച്ചവടം നടത്തുന്നു. ആ കച്ചവടത്തിന് തൊട്ടടുത്ത് ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ട് തെരുവിൽ കച്ചവടം നടത്തുന്നു. എനിക്കും ഈ രാജ്യത്ത് പൗരനല്ലേ, കച്ചവടം നടത്താൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അനുവദിച്ചു കൊടുക്കുമോ?
കാരണം നമ്മൾ ലൈസൻസ് എടുത്ത് നിയമാനുസൃതമായി നികുതി കൊടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. തൊട്ടപ്പുറത്ത് ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കുറഞ്ഞ വിലക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ എല്ലാവർക്കും കച്ചവടം വെക്കാൻ അധികാരമില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ അനുവാദം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ വ്യാപാരികളുടെ തൊഴിൽ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, എല്ലാവരുടെയും തൊഴിൽ സുരക്ഷയുടെ പ്രശ്നമുണ്ട്. ഇത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ഒരു 5 ഓട്ടോറിക്ഷ ഒരു ദിവസം ഒരാൾ കൊണ്ടുവയ്ക്കുകയാണ്, ഞാനിവിടെ വെച്ച് ഓടിക്കും, നടക്കുമോ? റോഡിലൂടെ ബസ് പെർമിറ്റ് എടുത്ത് ഓടുന്നുണ്ട്, അതിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് പുതിയ പെർമിറ്റ്, സംഘർഷം ഉണ്ടാവില്ലേ? ഇതിനെല്ലാം പറ്റുന്ന ധാരണയും സൗഹൃദപരമായ അന്തരീക്ഷവും ഉണ്ട്. ഒരു സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് അങ്ങനെയല്ല അത് വ്യാപാര മേഖലയിൽ മാത്രമേ അത് ഇല്ലാത്തുള്ളൂ, കുത്തക ഇല്ലാത്തുള്ളൂ. വ്യാപാര മേഖലയിൽ ഒരു സ്ഥാപനം തുടർന്ന് അതിന് തൊട്ടടുത്ത് ആർക്ക് വേണമെങ്കിലും സ്ഥാപനം തുറക്കാം. നിങ്ങൾ പറഞ്ഞ മാതിരി അങ്ങാടിയിൽ ചുമടെടുക്കാൻ പോയാൽ ആ കാർഡില്ലെങ്കിൽ ചുമടെടുക്കാൻ പറ്റില്ല, ഒരു ഓട്ടോറിക്ഷ ഓട്ടാൻ പറ്റില്ല. ഈ വ്യാപാര മേഖല മാത്രമാണ് സമാനമായ പ്രശ്നം കാര്യങ്ങളിൽ തുറന്നിട്ടിരിക്കുന്നത്. അല്ലല്ല, ഞാൻ നിങ്ങൾ കച്ചവടം സ്ഥാപനം തുടങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വ്യാപാരിക സംഘടനകൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്താ? അവർ ലൈസൻസ് എടുത്ത് നിയമാനുസൃതം കച്ചവടം നടത്തുന്നു. ഇതിന് തൊട്ടടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് തെരുവ് കച്ചവടം നടത്തുന്നുണ്ട്, ഞങ്ങൾക്കത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നം പഞ്ചായത്തിന് മുന്നിൽ വരുന്നുണ്ട്, പോലീസിന് മുന്നിൽ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിത പ്രശ്നം, നിങ്ങളുടെ തൊഴിൽ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇതുപോലെ എല്ലാവരുടെയും ജീവിത പ്രശ്നമുണ്ട്. ഇതെന്താണെന്നറിയോ സാർ? ഇതെന്താണ് സാർ ഇവിടെ അത് നിങ്ങളുടെ അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ പരാതി ഉണ്ടാകുന്നത്? നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിന്റെയും നിങ്ങളുടെ തൊഴിൽ സുരക്ഷയുടെയും പ്രശ്നമായിട്ട് അത് മാറുന്നത് കൊണ്ടാണ്. അതുപോലെ എല്ലാ മേഖലയിലുള്ളവർക്ക് സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഈ സ്ഥാപനം ഹൈക്കോടതിയിൽ പോയിട്ട് 4 ലേബർ കാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. അതാണ് നിങ്ങളോട് പറയാൻ പുറപ്പെട്ടത്. ലേബർ കാർഡ് 4 പേർക്കുണ്ട്. ഹൈക്കോടതിയുടെ ലേബർ കേൾക്കൂ, ഹൈക്കോടതി അനുവദിച്ചാൽ ആ ലേബർ കാർഡ് നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷെ അവിടുത്തെ തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ അനുവാദം വേണമെന്ന് പറയാൻ അവകാശമില്ലേ? തൊഴിലുടമ നിഷേധിക്കുന്നു. അത്തരത്തിലുള്ള അവർ മറുഭാഗത്ത് നമുക്കത് ചർച്ച ചെയ്യാം. ഒരു വേദിക്കും ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന ചർച്ച ചെയ്യാനോ അതിന് അക്രമം വേണ്ടല്ലോ. ഞങ്ങൾക്കും അതിനോടാണ് യോജിപ്പ്. അക്രമം വേണ്ട, കച്ചവടം തടസ്സപ്പെടുത്തേണ്ട രീതിയിലുള്ള സമരം വേണ്ട. കച്ചവടം തടസ്സപ്പെടുത്തുന്നതിൽ ഒരു സമരം അവിടെയില്ല. ഈ കച്ചവട സ്ഥാപനവുമായിട്ട് ഒരു സംഘർഷവുമില്ല. ഈ കച്ചവട സ്ഥാപനത്തിന് ഉടമയുമായിട്ട് ഒരു സംഘർഷവുമില്ല. നിങ്ങൾ ഈ സംഘർഷം എന്ന് പറഞ്ഞ് ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് ഈ കച്ചവട സ്ഥാപനത്തിൻ്റെ മുന്നിലോ അതിൻ്റെ പരിസരത്തോ നടന്ന സംഘർഷമേ അല്ല. ഈ കച്ചവട സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർമാരോ അതിൻ്റെ മുതലാളിയുമായി ബന്ധപ്പെട്ട സംഘർഷമേ അല്ല. അതൊരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ ഇതിന്റെ മേലെ ചില പ്രകോപനങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വാക്ക് തർക്കങ്ങളാണ്. അതിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, നടപടിയുണ്ട്. കേസെടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 4 തൊഴിലാളികൾ ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് സംരക്ഷണത്തിലാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവിടെ പോലീസ് ഉണ്ട്. അപ്പൊ നിയമാനുസൃതമായിട്ട് എല്ലാ പരിരക്ഷയും അവർക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നമാണ് ഇത്. അടിസ്ഥാനപരമായിട്ട് അതാണ് ഇതിന്റെ പ്രശ്നം. CPIM ഇതിൽ എന്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട്, അതായത് ഇനിയും അവർക്ക് അവിടെ കട ഇപ്പോൾ പൂട്ടിയ അവസ്ഥയിലാണ്, ഇനി തുറന്നു പ്രവർത്തിക്കാൻ ഉള്ള ഒരു നിലയിലേക്ക് CPIM അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുമോ? എന്താണ് ഇനി CPIM സ്വീകരിക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ? തീർച്ചയായും ഞാൻ അതിനിടയിൽ നടക്കുന്ന ഒരു പ്രചരണം കൂടി ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ. കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് തൊഴിൽ മന്ത്രി അത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നൊരു പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞ് പ്രചരണം നടന്നു. എന്താ യഥാർത്ഥ കാര്യം എന്നറിയോ? അവിടെ ഒരു 15 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഉള്ള ഒരു മുറിയിലാണ് കച്ചവടം നടത്താൻ പഞ്ചായത്ത് ലൈസൻസ് എടുത്തിട്ടുള്ളത്. അവിടെ 3-4 മുറികളിലായി 100 സ്ക്വയർ മീറ്ററിലധികം സ്ഥലം ഉപയോഗിച്ചിട്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ള ലൈസൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ 15 മീറ്റർ സ്ക്വയറുള്ള ഒരു മുറിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കച്ചവടം നടത്തുമ്പോൾ പഞ്ചായത്ത് അത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈസൻസ് 15 മീറ്റർ സ്ക്വയറിനാണെങ്കിലും അതിൽ കൂടുതൽ സ്ഥലത്ത് കച്ചവടം നടത്തുകൊണ്ട് അത് റെഗുലറൈസ് ചെയ്യാൻ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ബിൽഡിങ് നിർമ്മിച്ച് പഞ്ചായത്തിൽ പെർമിറ്റ് എടുത്ത ആ സ്ട്രക്ചറിൽ ഇപ്പോൾ മാറ്റം വരുത്തി. പാർക്കിങ്ങിന് വേണ്ടി കാണിച്ച സ്ഥലം
ഓപ്പൺ സ്പേസ്, അവിടെ പുതിയ നിർമ്മാണം നടന്നു, അവിടെ ഗോഡൌണാക്കി മാറ്റി. CPIM നിലപാട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇനിയും റബി മുഹമ്മദിന് അവിടെ പറ്റും. എന്താണ് CPI നിലപാട് ഞാൻ വ്യക്തമാക്കാം. ആ കടയും അതുപോലുള്ള നിരവധി കടകളും ഈ മാതമംഗലത്ത് തുറന്ന് പ്രവർത്തിപ്പിക്കണം. അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം, നേരത്തെ രണ്ട് ബഹുമാനരായ വ്യാപാരി നേതാക്കളും പറഞ്ഞതുപോലെ, ആര് മുൻകൈ എടുത്താലും, പോലീസോ ജില്ലാ ഭരണകൂടമോ ലേബർ ഡിപ്പാർട്ട്മെന്റോ വ്യാപാരി സംഘടനയോ ആര് മുൻകൈ എടുത്തിട്ടായാലും രണ്ടു കൂട്ടരും ഇരുത്തി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി മറ്റൊരിടത്തും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യണം. എല്ലാ അതിഥികൾക്കും നന്ദി. ശ്രീ ES ബിജു, ശ്രീ സത്യപാലൻ, ഒപ്പം തന്നെ ശ്രീ V സുനിൽകുമാർ. അതേസമയം തന്നെ ഈ ചർച്ചയിൽ നമ്മൾ പരാതിക്കാരനായ ഈ കടയുടമ SR അസോസിയേറ്റ് പാർട്ണർ റാബി മുഹമ്മദ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് നമ്മളോട് ആദ്യമേ അദ്ദേഹം അറിയിച്ചിരുന്നു, സഹകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പല തവണ പ്രൊഡക്ഷനിൽ നിന്നും അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകാതിരിക്കുകയായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയുക എന്നതായിരുന്നു ഈ ചർച്ചയിൽ. അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടു പോവുക എന്നതാണ് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതായിരുന്നു അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയെങ്കിലും അദ്ദേഹം സഹകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 9 PM കാണാം.